കാഞ്ഞങ്ങാട് നഗരസഭയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചിട്ട് 1.5 മാസം പിന്നിടുന്നു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. നഗരസഭാ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കാഞ്ഞങ്ങാട് ബെല്ലത്ത് വയലിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത കുടിവെള്ള പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കാത്തതാണ് നൂറുകണക്കിന് കുടുംബങ്ങളെ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലാക്കിയത്. ജല അതോറിറ്റി സ്ഥാപിച്ച പൈപ്പുകളിൽ വെള്ളം മുടങ്ങിയതോടെ കാഞ്ഞങ്ങാട് നഗരസഭ ലോറിയിലൂടെ വിതരണം ചെയ്യുന്ന വെള്ളത്തിനായി കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് കുടുംബങ്ങൾ. റോഡ് നിർമ്മാണം കാരണം കുടിവെള്ള വിതരണം നിലച്ചിട്ട് 1.5 മാസമായെന്ന് നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ളം ഇലക്ഷന് മുമ്പ് പോയതാണ്. ഇലക്ഷന് മുമ്പ് പോയിട്ട് പിന്നെ ഇലക്ഷൻ സമയത്ത് ഒരാഴ്ച കുടിവെള്ളം ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും പൊടിക്കുകയും ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഇവിടെ വെള്ളമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ലോറിയും വെള്ളം വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. വെള്ളമില്ല, കിണറ്റിൽ തീരെ വെള്ളമില്ല. ഒരു കിണറുണ്ട്, മറ്റേ കച്ചറായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇത് നാക്കണ്ട്, ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല. ലോറി വെള്ളം കാത്തു നിൽക്കുന്നില്ല. ഞങ്ങൾ 1.5 മാസമായി. നഗരസഭയുടെ ജലവിതരണം കാത്ത് വീട്ടുമുറ്റങ്ങളിൽ പാത്രങ്ങളും ബക്കറ്റുകളും നിരത്തി വച്ചിരിക്കുകയാണ്. അതേസമയം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇപ്പോൾ ദിവസങ്ങളല്ല, മാസങ്ങളായി വാട്ടർ അതോറിറ്റി വെള്ളം കൃത്യമായി തരാനുള്ള ഒരവസരം ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിന് പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി അധികാരികൾ തയ്യാറാകണം. റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പും തയ്യാറാകണം എന്നതാണ് നഗരസഭ ഐക്യകണ്ഠേന ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിനോടും ആവശ്യപ്പെടുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കാരാട്ടുവയൽ, ചെമ്മട്ടംവയൽ, ബെല്ല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ള വിതരണം നിലച്ചത്. സമരത്തെ തുടർന്ന് കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ജല അതോറിറ്റി. അമൃത ന്യൂസ്, കാസർഗോഡ്.